വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂബ് ക്യാമി. ഇന്ന് നമ്മൾ കാനോന്റെ R10 എന്ന ഒരു ക്യാമറയെ കുറിച്ചാണ് പറയുന്നത്. $1,00,000 താഴെ വിലയുള്ള ഏകദേശം പ്രൊഫഷണൽ ക്യാമറകളിലുള്ള എല്ലാ ഫീച്ചറുമുള്ള ഒരു ക്യാമറ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് കാനോന്റെ R10 എന്നൊരു ക്യാമറ. എങ്കിൽ ബേസിക് ക്യാമറയുടെ ഏകദേശം ഒരു ബേസിക് ക്യാമറ തൊട്ട് മുകളിലുള്ള വില അതിന് വാങ്ങാനായിട്ട് നമ്മൾ ചിലവാക്കേണ്ടിയുള്ളൂ. ആദ്യം 3 വേരിയന്റിൽ അവൈലബിൾ ആണ്. ആദ്യം ബോഡി മാത്രം അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ലെൻസ് ഉണ്ടെങ്കിൽ ആ ലെൻസ് അതിനകത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡാപ്റ്റർ ലഭ്യമാണ്. R10 പഴയ EF സീരീസിലുള്ള ഏത് ലെൻസും ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്വാളിറ്റിയിലോ പെർഫോമൻസിലോ കാതലായ മാറ്റമൊന്നും വരാതെ ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ R10 18-45 ലെൻസും കൂടി വരുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് ഈ 2 ലെൻസിനെ അല്ല, അല്ലെങ്കിൽ ബോഡിയോ ഈ 18-45 ലെൻസിനെ അല്ല, 18-150 ലെൻസുമായിട്ട് R10 ഒരു കോംബോ കിറ്റ് വരുന്നുണ്ട്. ഈ ഒരു കോംബോ കിറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ, ഫാഷൻ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ വ്ളോഗർ ആയിക്കോട്ടെ, എന്ത് പർപ്പസിന് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. വൈൽഡ് ലൈഫ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും വളരെ ദൂരെയുള്ള ഓബ്ജക്റ്റിനെ പലപ്പോഴും നമ്മൾ ട്രാവലിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. ആ അവസരങ്ങളിലാണ് നമ്മൾ വൈൽഡ് ലൈഫിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഈ ലെൻസിൻ്റെ ഗുണം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. വളരെ ദൂരെ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പോലും നിങ്ങൾക്ക് ചെറിയ ട്രൈപോഡ് കൂടെ ഉണ്ടെങ്കിൽ ഷെയ്ക്ക് ഇല്ലാതെ നല്ല ക്ലാരിറ്റിയുള്ള പിക്ചർ എടുക്കാൻ ഈ ക്യാമറ നിങ്ങളെ സഹായിക്കും. കാനോന്റെ പ്രീമിയം ക്യാമറകളായ R5, R6 ഈ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിജിക് എക്സ് പ്രൊസസ്സർ തന്നെയാണ് ഈ R10ലും കാനോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വേറൊരു വെർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സെൻസർ പറയുകയാണെങ്കിലും ഡ്യുവൽ പിക്സൽ സിമോസ് സെൻസറാണ് R10ലും ഉപയോഗിച്ചിരിക്കുന്നത്. ഫലത്തിൽ ഇതിൻ്റെ ഔട്ടിൻ്റെ ക്വാളിറ്റി 10 മടങ്ങ് DSLR ക്യാമറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, കാനോണിൻ്റെ തന്നെ ആയാലും നേരത്തെയുള്ള സീരീസിലുള്ള ക്യാമറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാറ്റിക് മോഡൊക്കെ തരാനുള്ള കപ്പാസിറ്റി ഉള്ള ക്യാമറയാണ് R10. 4K നിങ്ങൾക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ യാതൊരു ക്രോപ്പും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 4K എടുക്കുമ്പോൾ ചെറിയൊരു ക്രോപ്പ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സിനിമാറ്റിക് ഫീൽ തരുന്ന ഒരു ഔട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ISO റേഞ്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു റേഞ്ചാണുള്ളത്. ഒരു ISO 100 മുതൽ എല്ലാ ക്യാമറകൾക്കും ബേസിക് വരുന്നത് 100 തന്നെയാണ്. ഏകദേശം 32,000 വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ വീഡിയോയിൽ ഏകദേശം 52,000-ഓളം നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഫീച്ചർ കൂടിയുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിൽ മൂവി ഡിജിറ്റൽ IS സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് കാനോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത്യാവശ്യം ഷെയ്ക്കൊന്നും കൂടാതെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഈ ക്യാമറ നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ LCD പറയുകയാണെങ്കിൽ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു LCD ആണ് R10 ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മോഡൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു ട്രൈപോഡ് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു ട്രൈപോഡ് എപ്പോഴും പ്രത്യേകിച്ച് 18-150 എന്നുള്ള സൂം ഓപ്ഷൻ ഉള്ള ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ, കാരണം നമ്മൾ കൈകൊണ്ട് എങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചാലും സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ പോലും ലെങ്ത് കൂടുന്നതനുസരിച്ച് ചെറിയ ഒരു ബ്ലർ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു മോണോപോഡോ ട്രൈപോഡോ കൈ കരുതുന്നത് വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ട്രൈപോഡോ മോണോപോഡോ കൈ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ കാർഡ് ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ ഒരു കാർഡ് സ്ലോട്ടേ ഉള്ളൂ. പക്ഷേ ആ കാർഡ് സ്ലോട്ടിൽ തന്നെ നമുക്ക് നോർമൽ കാർഡോ UHS-2 കാർഡോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം റീഡിങ് സ്പീഡും റൈറ്റിംഗ് സ്പീഡും ഉള്ള ഒരു കാർഡാണ് ഇതിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ടൊക്കെ നിങ്ങൾ 50 ഫ്രെയിം പെർ സെക്കൻഡിൽ നിങ്ങൾക്ക് പടം എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ പെറ്റ്സിനെ, നിങ്ങളുടെ കിഡ്സിൻ്റെയൊക്കെ അവർ കളിക്കുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള മൂവ്സൊക്കെ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത ഔട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നല്ലൊരു കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തുകൊണ്ടും ബേസിക് അല്ലാത്ത മിഡ് റേഞ്ചിൽ കൊടുത്ത പൈസയ്ക്ക് മൂല്യം കിട്ടുന്ന ഒരു ക്യാമറയാണ് R10. ഓക്കെ, താങ്ക് യു.